നമ്മുടെ ശരീരത്തിലെ ഓരോ പരമാണുവും ശതകോടി വർഷങ്ങൾ പഴക്കമുള്ളവയാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നതും നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രധാന മൂലകവുമായ ഹൈഡ്രജൻ പിറന്നത് 1300 കോടി വർഷങ്ങൾക്ക് മുൻപ് മഹാവിസ്ഫോടനത്തിലാണ്. കാർബണും ഓക്സിജനും പോലെ ഭാരം കൂടിയ പരമാണുക്കൾ 7-12 ശതകോടി വർഷങ്ങൾക്ക് മുൻപ് നക്ഷത്രങ്ങളിൽ നിർമ്മിക്കപ്പെട്ട് പിന്നീട് ആ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചപ്പോൾ പ്രപഞ്ചത്തിലുടനീളം പരന്നതാണ്. ഈ പൊട്ടിത്തെറികളിൽ ചിലത് നക്ഷത്രങ്ങൾക്ക് നിർമ്മിക്കാനാകാത്ത ഇരുമ്പിനേക്കാൾ ഭാരമുള്ള മൂലകങ്ങൾ കൂടി സൃഷ്ടിക്കാൻ മാത്രം ശക്തമായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ ശരിക്കും പുരാതനമാണ്. നിങ്ങൾ നക്ഷത്രധൂളികളാണ്. നമ്മുടെ DNA-യിലെ നൈട്രജൻ, പല്ലിലെ കാൽഷ്യം, രക്തത്തിലെ ഇരുമ്പ്, ആപ്പിൾ അടകളിലെ കാർബൺ എല്ലാം തകർന്നടിയുന്ന നക്ഷത്രങ്ങളുടെ ഉള്ളിൽ നിർമ്മിക്കപ്പെട്ടവയാണ്. നമ്മൾ നക്ഷത്ര ദ്രവ്യത്താൽ നിർമ്മിക്കപ്പെട്ടവരാണ്. വിദൂര ഗാലക്സികളിൽ എങ്ങോ ഉണ്ടായ മൂലകങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് കാൾ സാഗൻ കാവ്യാത്മകമായി പറയുന്നത്. ഈ നക്ഷത്ര ദ്രവ്യം എങ്ങനെ ഉണ്ടായി, അതെങ്ങനെ നമ്മുടെ ഉള്ളിൽ കയറിപ്പറ്റി, അതറിയാൻ ആദ്യമായി ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണ് എന്നറിയണം. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 2 ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് കൂടുതൽ വലിയ ഒരു ന്യൂക്ലിയസ് ആവുക എന്നർത്ഥം. ന്യൂക്ലിയസിൽ 2 തരം ബലങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തേത് വൈദ്യുത കാന്തിക ബലം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന വികർഷണ ബലമാണ്. പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസുകൾ പരസ്പരം വികർഷിക്കുന്നു. ന്യൂക്ലിയസുകൾ കൂടുതൽ അടുപ്പിക്കുന്തോറും അവയ്ക്ക് പരസ്പരം അകലാനുള്ള ത്വരയും കൂടും. അതായത് ന്യൂക്ലിയസുകൾ പരസ്പരം കൈയകലത്തിലേ നിൽക്കുകയുള്ളൂ. രണ്ടാമത്തെ ബലമാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത് ആകർഷണ ബലമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനേക്കാൾ വളരെ ശക്തമായ ഈ ആകർഷണ ബലമാണ് ഒരു ന്യൂക്ലിയസിന്റെ ഘടകഭാഗങ്ങളായ ന്യൂട്രോണുകളെയും പ്രോട്ടോണുകളെയും ഒന്നായി പിടിച്ചു നിർത്തുന്നത്. എന്നാൽ ഈ ബലത്തിന്റെ പ്രഭാവം വളരെ ദൂരേക്കൊന്നും ഉണ്ടാകില്ല. ഒരു ന്യൂക്ലിയസിന്റെ ചുറ്റുവട്ടത്തിന് അപ്പുറമൊന്നും ഈ ആകർഷണ ശക്തിക്ക് പ്രഭാവം ഉണ്ടാകില്ല. ഫ്യൂഷൻ സംഭവിക്കുന്നത് 2 ന്യൂക്ലിയസുകൾ തമ്മിൽ പരസ്പരം ഞെക്കി അടുപ്പിക്കുമ്പോഴാണ്. ഉയർന്ന ചൂടോ മർദ്ദമോ ഉപയോഗിച്ച് ന്യൂക്ലിയസുകളുടെ സ്വാഭാവികമായ പരസ്പര വികർഷണത്തെ അതിജീവിച്ച് അവയെ ന്യൂക്ലിയർ ബലത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ 2 ന്യൂക്ലിയസുകളും ശക്തിയായി കൂട്ടിയിടിച്ച് ഒന്നാകുകയും അതിന്റെ ഫലമായി കുറേയേറെ ഊർജം പുറത്തുവിടുകയും ചെയ്യും. ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, ന്യൂക്ലിയസ് വലുതാകും തോറും അവയുടെ പരസ്പര വികർഷണ ശക്തിയും കൂടുതലാകും. സ്വാഭാവികമായും ഫ്യൂഷനിൽ പങ്കെടുക്കുന്ന ന്യൂക്ലിയസുകൾ വലുതാകും തോറും അവയെ ഞെക്കി അടുപ്പിക്കാൻ ചെലവാക്കേണ്ട ഊർജവും കൂടുതലായിരിക്കും. രണ്ടാമത്, വലിയൊരു ന്യൂക്ലിയസിന്റെ വികർഷണത്തെ അതിജീവിച്ച് അവയെ പരസ്പരം അടുപ്പിക്കാൻ തന്നെ കുറേയേറെ ഊർജം വേണ്ടിവരും എന്നതുകൊണ്ട് ന്യൂക്ലിയസുകൾ വലുതാകും തോറും അവയെ ഒന്നാക്കിയാലും അതിൽ നിന്ന് നിശ്ചയമായി തിരിച്ചു ലഭിക്കുന്ന ഊർജം കുറഞ്ഞു വരും. അങ്ങനെ ന്യൂക്ലിയസ് വലുതായി ന്യൂക്ലിയസിനുള്ളിലെ അംഗസംഖ്യ മൊത്തം 56 എണ്ണം ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഊർജം ചെലവാക്കുന്നതല്ലാതെ അതിൽ നിന്ന് തിരിച്ചും ഊർജമൊന്നും കിട്ടാനില്ലാതെയാകും. അതായത്
പറഞ്ഞു വരുന്നത് എന്തെന്നാൽ വലിയ ന്യൂക്ലിയസുകളേക്കാൾ ചെറിയ ന്യൂക്ലിയസുകളെ ചേർത്തു ഞെരുക്കാൻ എളുപ്പമാണ്. കൂട്ടത്തിൽ ഏറ്റവും ചെറുതായ 2 ഹൈഡ്രജൻ ആറ്റങ്ങളെ ഒന്നാക്കാനാണ് ഏറ്റവും എളുപ്പം. നക്ഷത്രങ്ങളിലും നമ്മുടെ സൂര്യനിലും നടക്കുന്ന പ്രവർത്തനം ഈ ഹൈഡ്രജൻ ഫ്യൂഷനാണ്. ഇനി ഹൈഡ്രജൻ ഫ്യൂഷനിലൂടെ ഒരു നക്ഷത്രത്തിന്റെ ജനനം എങ്ങനെയെന്ന് നോക്കാം. ഒരു കൂറ്റൻ ഹൈഡ്രജൻ ഗോളം ഗുരുത്വാകർഷണത്താൽ ഉരുത്തിരിയുന്നു. ഇതിലെ ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ പരസ്പരം ഞെരുങ്ങി കൂടിച്ചേർന്ന് ഹീലിയം ഉണ്ടാകുന്നു. ഹൈഡ്രജനേക്കാൾ വലിയ ഹീലിയം ന്യൂക്ലിയസുകൾക്ക് തമ്മിൽ ഒട്ടിച്ചേരാൻ ഹൈഡ്രജനേക്കാൾ ഊർജം വേണം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഹീലിയം ഉണ്ടാകുന്നത് ഒരു നക്ഷത്രത്തിലെ ഹൈഡ്രജൻ ഫ്യൂഷൻ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹീലിയം കൂടുതൽ ഉണ്ടാകും തോറും ഹൈഡ്രജൻ ഫ്യൂഷന്റെ വേഗത കുറഞ്ഞു വരുന്നു. അങ്ങനെ അതുവരെ അതിനെ വീർപ്പിച്ചു നിർത്തിയിരുന്ന ഊർജം കുറയുന്നതോടെ ന്യൂക്ലിയർ ബലം മേൽക്കൈ നേടും. അപ്പോൾ നമ്മുടെ നക്ഷത്രഗോളം ചുരുങ്ങാൻ തുടങ്ങുന്നു. അതോടെ അതിനകത്തെ മർദ്ദവും ചൂടും കൂടുന്നു. അത് ഒരു പരിധി കടക്കുമ്പോൾ ഹീലിയം ന്യൂക്ലിയസുകൾ തമ്മിൽ ഞെരുങ്ങി കൂടിച്ചേരാൻ തുടങ്ങും. അതിന്റെ ഫലമായി കൂടുതൽ വലിയ മൂലകങ്ങൾ ഉണ്ടാകുന്നു. ഈ വലിയ മൂലകങ്ങളും നേരത്തെ പോലെ ഹീലിയം ഫ്യൂഷൻ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. ആ പ്രവർത്തനം തടസ്സപ്പെടുന്നതോടെ നക്ഷത്രം വീണ്ടും ചുരുങ്ങാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും മർദ്ദവും ചൂടും കൂടുന്നു. വീണ്ടും പുതിയ കൂടിച്ചേരലുകൾ ഉണ്ടാകുന്നു. ഈ പ്രക്രിയ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഏതുവരെ? ന്യൂക്ലിയസിൽ 56 ന്യൂക്ലിയോണുകൾ ആകുന്നതുവരെ. അതോടെ നക്ഷത്രത്തിൽ നിന്ന് ഊർജം പുറത്തു വരുന്നത് നിൽക്കും. പുറത്തു വരാൻ ഇനി ഊർജം മിച്ചമില്ല. ഇനി ചുരുങ്ങൽ മാത്രമാണ്. ഈ ചുരുങ്ങലിന്റെ മർദ്ദത്തിൽ കൂടുതൽ മൂലകങ്ങൾ ഉണ്ടാകുമെങ്കിലും കൂടുതൽ ഊർജം പുറത്തു വരില്ല. ചെറിയ നക്ഷത്രമാണെങ്കിൽ അത് തണുത്ത് വെള്ളക്കുള്ളൻ അഥവാ വൈറ്റ് ഡാർഫ് ആകും. കൂടുതൽ വലുതാണെങ്കിൽ അത് ആ നക്ഷത്രത്തിന്റെ പൊട്ടിത്തെറിയിലാണ് അവസാനിക്കുക. അതാണ് സൂപ്പർനോവ. അത് പൊട്ടിത്തെറിച്ച് അതിലെ മൂലകങ്ങൾ നല്ലൊരു ഭാഗവും പ്രപഞ്ചം മുഴുവൻ പരക്കും. ഈ മൂലകങ്ങൾ അടുത്ത ഘട്ടത്തിലെ നക്ഷത്ര ജനനത്തിന്റെ ഭാഗമാണ്. കുറെ ഭാഗം നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഉരുണ്ടുകൂടി ഗ്രഹങ്ങളുടെ ഭാഗമായും അവ മാറും. 56 ന്യൂക്ലിയോണുകളുള്ള മൂലകം നമ്മുടെ ഇരുമ്പാണ്. 56 ന്യൂക്ലിയോണുകളാണ് സ്ഥിരതയുള്ള അവസ്ഥ എന്നതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ കണ്ടമാനം ഇരുമ്പുണ്ട്. നക്ഷത്രധൂളിയിലെ ഒരു പ്രധാനപ്പെട്ട മൂലകമാണ് ഇരുമ്പ്. ഭൂമിയിലെ ജീവജാലങ്ങളിൽ പല ജൈവ പ്രവർത്തനങ്ങളിലും ഇടപെടുന്ന ഒരു പ്രധാന മൂലകമാണ് ഇരുമ്പ്. ഇനി ബയോളജിയിലേക്ക്. ഈ ഇരുമ്പിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മുടെ മിക്കവാറും എല്ലാ ജൈവരാസ പ്രവർത്തനങ്ങളിലും ഇരുമ്പിന് ഒരു റോളുണ്ട്. കാരണം രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോൺ ദാതാവായും സ്വീകർത്താവായും തരം പോലെ പ്രവർത്തിക്കാനുള്ള വിശേഷപ്പെട്ട കഴിവ് ഇരുമ്പിനുണ്ട്. പക്ഷേ ജൈവരാസ പ്രവർത്തനം നടക്കുന്ന pHൽ അതിൻ്റെ ലായകത്വം കുറവായതിനാൽ ജൈവ ശരീരങ്ങൾക്ക് അതിൻ്റെ ലഭ്യത കുറവാണ് എന്ന് പറയാം. എല്ലാ ജീവജാലങ്ങൾക്കും ബാക്ടീരിയ മുതൽ സസ്യങ്ങൾക്കും മനുഷ്യർക്കും വരെ ഇരുമ്പ് ഒരു അത്യാവശ്യ ഘടകമാണ്. മിക്ക ജീവജാലങ്ങൾക്കും അവരുടെ DNA നിർമ്മാണ എൻസൈമുകൾക്ക് ഇരുമ്പ് അത്യാവശ്യമാണ്. മനുഷ്യന്റെ കാര്യത്തിലും DNA റിപ്പയർ മുതൽ ഓക്സിജൻ കോശങ്ങളിൽ എത്തിക്കുന്നതിന് വരെ എല്ലായിടത്തും ഇരുമ്പിന്റെ സേവനം വേണം. കോശങ്ങളിൽ ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാക്കാനുള്ള കഴിവ് മൂലം ഇരുമ്പ് ശരിക്കും ഒരു ജൈവ വിഷമാണ് എന്നതാണ് മറ്റൊരു രസം. എന്നാലും ലോകത്തെ എല്ലാ ജീവികൾക്കും ഇരുമ്പ് വേണം താനും. ജീവിതമെന്നാൽ എല്ലാ ഭൂമിയിലെ ഏതാണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും ഇരുമ്പ് കണ്ടെത്തി സ്വന്തമാക്കാനും അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുമുള്ള മത്സരമാണ് എന്ന് പറയാം. എല്ലാ ജീവജാലങ്ങളുടെയും ജൈവരാസ പ്രക്രിയകളും അവയുടെ ജനിതക വിവരങ്ങളുമൊക്കെ സമാനമാണ് എന്നത് തന്നെ പരിണാമത്തിന്റെ ഏറ്റവും നല്ല തെളിവാണ്. ഒരു കാൾ സാഗൻ വചനത്തിൽ തന്നെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ആദ്യം മുതൽ ഒരു ആപ്പിൾ അട ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം പ്രപഞ്ചം ഉണ്ടാക്കണം.